ഒരു A24 പടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ട്, എത്രത്തോളം പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടായിരിക്കും സിനിമയ്ക്ക് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു A24 പ്രൊഡക്റ്റ് കണ്ടിട്ട് ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് ഞാൻ. ഹെറഡിക് എന്നാണ് സിനിമയുടെ പേര്. അപ്പം സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോ ഷായ്. ഹെറഡിക്, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ സ്കോട്ട് ബേക്ക് ആൻഡ് ബ്രയാൻ വുഡ്സ്. അപ്പോൾ ഇത് A24 പ്രൊഡക്ഷനിൽ വരുന്നൊരു സിനിമയാണെന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു ബ്രാൻഡാണ്. വേറെ ആരുടെയും പേര് പറയേണ്ട ആവശ്യമില്ല. ഒരു 3 പേര് മാത്രമാണ് ഈ സിനിമയുടെ മെയിൻ ആക്ടേഴ്സ് എന്ന് പറയുന്നത്. 2 പെൺകുട്ടികളും ഒരാണും. ഒരു 2 സിസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിട്ട് ഒരു വീട്ടിൽ ചെല്ലുന്നതും, ഒരു പ്രായമുള്ള ഒരാളുടെ വീട്ടിൽ ചെല്ലുന്നതും, തുടർന്ന് ആ വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ് സിനിമ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്താണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പിന്നീട് സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്താണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ഉണ്ടായിരുന്ന പ്രായമുള്ള ആൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടോ എന്നൊക്കെ പറയുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ഹെറഡിക് എന്ന് പറയുന്ന സിനിമ. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. A24 സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം എത്രത്തോളം വെറൈറ്റീസ് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന്. ഇവിടെ വലിയൊരു വെറൈറ്റി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, എന്നാലും ഈ ഒരു പേടി ഉണ്ടാക്കുന്നില്ല, ഭയം മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഹൊറർ ഫീൽ അല്ല. ജംസ്കെയറി സീനുകൾ വെച്ചോ അല്ലെങ്കിൽ ഒരു പ്രേതത്തിൻ്റെ ഒരു അപ്പിയറൻസ് കൊണ്ടോ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ഹൊറർ അല്ല ഞാൻ പറയുന്നത്. ഒരു വീട് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ തന്നെ, അവിടുത്തെ ഒരു ഏരിയ സറൗണ്ടിങ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഭയം കയറി വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ഹൊറർ എന്ന് പറയുന്ന സാധനം വർക്കൗട്ട് ആകുന്നത്. എന്നെ ആ ഒരു ശ്രേണിയിൽ ഇത് ഗംഭീരമായിട്ട് വർക്കൗട്ടായ, കാണുന്ന ഓരോ മൊമെൻറ്റിലും ഞാനൊന്ന് ടെൻഷൻ അടിച്ചിരുന്ന് കണ്ട ഒരു സിനിമയാണ് ഇത്. സൂപ്പർബായിട്ട് വർക്കൗട്ടായി എനിക്ക്. ഹ്യൂ ഗ്രാൻഡ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ ലീഡ് കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത്. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ എടുത്ത് പറയുന്നില്ല, എൻ്റെ സ്പോയിലർ ആക്കുന്നില്ല ഒന്നും. സൂപ്പർബായിട്ട് എനിക്ക് വർക്കൗട്ടായ ഒരു ക്യാരക്ടറാണ്. ഒരു സൂപ്പറായിരുന്നു. പിന്നീട് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആർട്ട് വർക്കാണ്. ഒരു വീട് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ബേസ്മെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. സൂപ്പർബായിരുന്നു. അതുപോലെ എൻ്റെ ആനിമേഷൻ വർക്ക്, നമ്മുടെ മേക്കപ്പ് ടീം, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് ട്രാൻസാക്ഷൻ പരിപാടികളൊക്കെ, അതുപോലെ തന്നെ നമ്മളെ ഒരു A24 സിനിമകളിലൊക്കെ നമ്മളെ ഒന്ന് വട്ടം കറക്കും. ആ പരിപാടി ഇവിടെയുണ്ട്. നമുക്കൊന്ന് മൈൻഡ് നമ്മുടെ കറങ്ങി പോകുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നമ്മൾ അത്രയും പിരിമുറുക്കം തരുന്ന ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എന്നെ വല്ലാണ്ട് ത്രില്ലടിപ്പിച്ച, അല്ലെങ്കിൽ ഹോണ്ട് ചെയ്ത ഒരു സിനിമ എന്ന് പറയാം. കണ്ട് തീരുന്ന അത്രയും സമയം കണ്ട് തീർന്നതിന് ശേഷവും മനസ്സിൽ ഒരു ടെൻഷൻ, ഒരു പേടിയൊക്കെ ഇങ്ങനെ നിലനിന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൂപ്പർബായിട്ട് വർക്കൗട്ടായ സിനിമയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. A24 സിനിമകളാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മുടെ ചാനലിൽ ഒരുപാട് A24 സിനിമകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു തുടങ്ങുക. സൂപ്പർബായിട്ടൊരു വെറൈറ്റി ആംഗിളിൽ ചിന്തിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ടീമാണ്. അവരുടെ സൈഡിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഒട്ടുമിക്കതും ഗംഭീര ഔട്ടുകളായിരിക്കും. അതുപോലത്തെ ഒരു ഔട്ടാണ് ഈ പടവും. എന്തായാലും കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.